സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ സജീവമായി. IPS തലപ്പത്ത് വീണ്ടും അഴിച്ചുപണിക്ക് സാധ്യതയുമുണ്ട്. DGP സ്ഥാനക്കയറ്റത്തിലേക്കുള്ള പട്ടികയിൽ യോഗേഷ് ഗുപ്ത ഉൾപ്പെടെ 3 പേരുകളാണ് സജീവമായി നിലനിൽക്കുന്നത്. PP ദിവ്യക്കെതിരെ വിജിലൻസിൽ സ്വീകരിച്ച നടപടിയിൽ CPMന്റെ അതൃപ്തി മറികടന്ന് യോഗേഷ് ഗുപ്തയെ DGP സ്ഥാനത്തേക്ക് സർക്കാർ എത്തിക്കുമോ എന്നതും പ്രധാന വിഷയമാണ്. ജൂൺ 30-ാം തീയതി നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കും. നിലവിൽ DGP സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ പരിഗണിക്കുന്നത് 3 പേരെയാണ്. ഏറ്റവും സീനിയറായ നിതിൻ അഗർവാൾ, ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ സെക്രട്ടറിയും കേരള കേഡറിൽ രണ്ടാമനുമായ റവാദ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിലുള്ളത്. രണ്ടാഴ്ചക്കിടെ IPS തലപ്പത്ത് പെട്ടെന്ന് 2 മാറ്റങ്ങൾ കൊണ്ടുവന്നു. വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സിലേക്കും മനോജ് എബ്രഹാമിനെ വിജിലൻസ് സ്ഥാനത്തേക്കും തിരിച്ചുകൊണ്ട് മാറ്റം വന്നു. യോഗേഷ് ഗുപ്തയുടെ മാറ്റത്തിന് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യക്കെതിരെ വിജിലൻസിൽ നടപടി സ്വീകരിച്ചതിൽ CPMൽ നിന്നുണ്ടായ എതിർപ്പാണ് കാരണമായി ഉയർന്നു വന്നത്. DGP സ്ഥാനത്തേക്ക് കേന്ദ്രം നിർദ്ദേശിക്കുന്ന പട്ടികയിൽ യോഗേഷ് ഗുപ്തയുടെ പേരുണ്ടാകുമെങ്കിലും CPMന്റെ എതിർപ്പ് മറികടന്ന് സർക്കാർ യോഗേഷ് ഗുപ്തയെ പരിഗണിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. എന്നാൽ ഇതിനിടെ യോഗേഷ് ഗുപ്ത കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.